സങ്കൽപ്പിക്കുക ഒരു നിമിഷം. അതായത് ചരിത്രാതീത കാലത്തെ മനുഷ്യരുടെ ഗുഹകൾ മാത്രം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊരു സ്ഥലത്ത് തികച്ചും ആധുനികമായ ഒരു വലിയ നഗരം കണ്ടെത്തിയാൽ എങ്ങനെയുണ്ടാവും? ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്, ചുരുക്കത്തിൽ JWST, ഇപ്പൊ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും അതാണ്. ഇന്ന് നമ്മൾ നിങ്ങളുടെ ഈ സ്രോതസ്സുകളിലൂടെ നടത്തുന്ന ഈ ആഴത്തിലുള്ള അന്വേഷണത്തിൽ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാന ധാരണകളെ ഈ ഒരൊറ്റ ടെലിസ്കോപ്പ് എങ്ങനെയാണ് അടിമുടി തിരുത്തിയെഴുതുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. തീർച്ചയായും പ്രപഞ്ചശാസ്ത്രജ്ഞരുടെ ഉറക്കം കെടുത്തുന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഡേറ്റ പ്രകാരം എന്താ പറയാ, ഈ MOMZ 114 എന്നൊരു ആദിമ ഗാലക്സിയെ JWST ഈയിടെ കണ്ടെത്തി. ബിഗ് ബാങ്ങിന് ശേഷം വെറും 280 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം രൂപപ്പെട്ടതാണിത്. ഒരു നിമിഷം 280 ദശലക്ഷം വർഷം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാലമുണ്ടല്ലോ എന്ന് പെട്ടെന്ന് തോന്നിയേക്കാം. പക്ഷേ 13.5 ബില്യൺ വർഷം പഴക്കമുള്ള നമ്മുടെ പ്രപഞ്ചത്തിന്റെ മൊത്തം കണക്കെടുത്താൽ ഇതൊരു കണ്ണുചിമ്മുന്ന സമയം പോലുമില്ല, അല്ലേ? പഴയ റെക്കോർഡായിരുന്ന ആ JVS GS Z140 എന്ന ഗാലക്സിയേക്കാൾ പഴക്കമുള്ളത്. അതെ, വളരെ ചെറിയൊരു സമയം മാത്രമാണത്. അപ്പോൾ പിന്നെ ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് ഒരു ഗാലക്സി ഇത്രയും വലുതാകുന്നത് എന്ന് എനിക്കെന്തായാലും മനസ്സിലാകുന്നില്ല. പഴയ തിയറികൾ പ്രകാരം പ്രപഞ്ചത്തിന്റെ ആ ഒരു ശൈശവാവസ്ഥയിൽ ഇത്ര വേഗം നക്ഷത്രങ്ങൾ രൂപപ്പെടാൻ പാടില്ലല്ലോ. അവിടെയാണ് പിന്നെ നമ്മൾ ഇതുവരെ പഠിച്ച പഴയ തിയറികൾക്ക് ശരിക്കും പിഴച്ചത്. ഗാലക്സികൾ വളരെ സാവധാനം ഒരു ചിട്ടയോടെ രൂപപ്പെടുന്നവയാണെന്നാണ് നമ്മളൊക്കെ ഇതുവരെ കരുതിയിരുന്നത്. ശരിയാണ്. എന്നാൽ ഈ പുതിയ ഡേറ്റ കാണിക്കുന്നത് തികച്ചും വിപരീതമായൊരു കാര്യമാണ്. ഈ ആദിമ ഗാലക്സികൾ നമ്മൾ കരുതിയതിലും ഭയങ്കര അലങ്കോലമായിരുന്നു. വാതകങ്ങൾ അതിവേഗത്തിൽ പരസ്പരം കൂട്ടിയിടിച്ച് വലിയൊരു കുഴപ്പത്തിൽ നിന്നാണ് അവ നക്ഷത്രങ്ങൾക്ക് ജന്മം നൽകിയത്. ആ ഒരു കാരണം കൊണ്ടാണ് അവ ഇത്ര വേഗം വളർന്നത്. ഓഹോ, അതായത് ശാന്തമായ ഒരു നിർമ്മാണ പ്രവർത്തനമല്ല അവിടെ നടന്നത്, മറിച്ച് ഒരു യുദ്ധഭൂമിയിലെ സ്ഫോടനങ്ങൾ പോലെയാണ് കാര്യങ്ങൾ നടന്നത് എന്നു പറയാം, അല്ലേ? അപ്പോൾ ഈ വലിയ കുഴപ്പങ്ങൾക്കിടയിൽ മറ്റെന്തെങ്കിലും അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നോ? കാരണം നിങ്ങളുടെ സ്രോതസ്സുകളിൽ ഈ ലിറ്റിൽ റെഡ് ഡോട്ട്സ് അഥവാ ചെറിയ ചുവന്ന പൊട്ടുകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ആദ്യം ശാസ്ത്രജ്ഞർ അവ സാന്ദ്രത കൂടിയ ഗാലക്സികളാണെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അത് യഥാർത്ഥത്തിലും ബ്ലാക്ക് ഹോൾ സ്റ്റാർസ് ആണെന്ന്. ബ്ലാക്ക് ഹോൾ സ്റ്റാർസ്? അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭീകരതയുണ്ടല്ലോ. എന്താണ് ഈ ബ്ലാക്ക് ഹോൾ സ്റ്റാർസ് ശരിക്കും? അതെ, ഒരു ചുവന്ന വാതക പുതപ്പിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന അതിഭീമൻ തമോഗർത്തങ്ങൾ അഥവാ സൂപ്പർ മാസിവ് ബ്ലാക്ക് ഹോളുകളാണിവ. സാധാരണ നക്ഷത്രങ്ങളിൽ കാണുന്നതുപോലെ പൊടിപടലങ്ങളൊന്നും ഇതിലില്ല എന്നത് ശ്രദ്ധേയമാണ്. പകരം ചുട്ടുപൊള്ളുന്ന ഹൈഡ്രജൻ വാതകമാണ് ഇതിനു ചുറ്റുമുള്ളത്. ആ ചെറിയ ചുവന്ന പൊട്ടിനുള്ളിൽ ചുറ്റുമുള്ളതിനെയെല്ലാം വലിച്ചെടുക്കാൻ കാത്തിരിക്കുന്ന ഒരു രാക്ഷസൻ ഇരിപ്പുണ്ട് എന്നത് ശരിക്കും പേടിപ്പെടുത്തുന്നൊരു സങ്കല്പം തന്നെയാണ്. പക്ഷേ ഇതൊരു തമോഗർത്തം തന്നെയാണെന്ന് ഇവരെങ്ങനെ ഉറപ്പിച്ചു? വെറുമൊരു ചുവന്ന പൊട്ടിൽ നിന്ന് അവർക്കെങ്ങനെ ഇതൊക്കെ മനസ്സിലാകും? അതിന് അവരെ സഹായിച്ചത് ഈ പ്രകാശത്തിൽ നിന്നുള്ള ബ്രോഡ് ബാമർ ലൈനുകളാണ്. നിൽക്കൂ, ഈ ബാമർ ലൈനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്ന് വളരെ ലളിതമായി വിശദീകരിക്കാമോ? തീർച്ചയായും. ഹൈഡ്രജൻ വാതകം എത്ര വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്നളക്കാൻ സഹായിക്കുന്ന ഒരു കോസ്മിക് സ്പീഡോമീറ്ററായി നിങ്ങൾക്കിതിനെ കണക്കാക്കാം. പ്രകാശത്തെ വിഘടിപ്പിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്ന ചില പ്രത്യേക രേഖകളാണിവ. ഓ, മനസ്സിലായി. അപ്പോൾ ഒരു സ്പീഡോമീറ്റർ പോലെ? അതെ. ഈ സ്പീഡോമീറ്റർ കാണിക്കുന്നത് ആ ചുവന്ന പൊട്ടുകളിലെ വാതകം മണിക്കൂറിൽ 2 ദശലക്ഷം മൈൽ വേഗതയിലാണ് ചുറ്റിക്കറങ്ങുന്നത് എന്നാണ്. ഇത്രയും ഉയർന്ന വേഗതയിൽ വാതകങ്ങളെ അവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ അതിനുള്ളിൽ അതിശക്തമായ ഗുരുത്വാകർഷണമുള്ള ഒരു ഭീമൻ തമോഗർത്തം കൂടിയേ തീരൂ. മണിക്കൂറിൽ 2 ദശലക്ഷം മൈൽ വേഗതയോ? എന്റെ ദൈവമേ! അതായത് നമ്മളീ കാണുന്ന പ്രപഞ്ചത്തിന്റെ ആദ്യകാലം നമ്മൾ ഊഹിച്ചതിലും എത്രയോ മടങ്ങ് അക്രമാസക്തമായിരുന്നു. പക്ഷേ എനിക്കിപ്പോഴൊരു കാര്യം മനസ്സിലാകുന്നില്ല. ഇത്രയും വേഗത്തിൽ ഈ ഗാലക്സികളും ഭീമൻ തമോഗർത്തങ്ങളും എങ്ങനെ അവിടെ രൂപപ്പെട്ടു? ഇതിനെല്ലാം പിന്നിൽ വേറെ എന്തെങ്കിലും അദൃശ്യ ശക്തിയുണ്ടോ?
അതിനെ വിശദീകരിക്കാനാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഏർലി ഡാർക്ക് എനർജി എന്ന പുതിയ ഒരു സിദ്ധാന്തത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. പ്രപഞ്ചത്തിന്റെ ആ ആദ്യകാലത്ത് മാത്രം നിലനിന്നിരുന്ന ഒരു പ്രത്യേക ഇരുണ്ട ഊർജ്ജമാണിത്. ഒരു നിമിഷം, ഡാർക്ക് എനർജി പ്രപഞ്ചത്തെ വികസിപ്പിക്കുകയല്ലേ? അതായത് വസ്തുക്കളെ പരസ്പരം അകറ്റുകയല്ലേ ചെയ്യുന്നത്? പിന്നെ എങ്ങനെയാണത് ഗാലക്സികളെ ഇത്ര വേഗം ഒന്നിപ്പിച്ചത്? ഇതൊരു വിരോധാഭാസമല്ലേ? വളരെ കൃത്യമായൊരു ചോദ്യമാണ് നിങ്ങളിപ്പോൾ ചോദിച്ചത്. സാധാരണ ഡാർക്ക് എനർജി വസ്തുക്കളെ അകറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പറയുന്ന ഏർലി ഡാർക്ക് എനർജി കുറച്ചുകൂടി സങ്കീർണമാണ്. അതെയോ? എങ്ങനെയാണ്? പ്രപഞ്ചത്തിന്റെ വളരെ തുടക്കത്തിൽ ഇത് അല്പകാലത്തേക്കു മാത്രം ശക്തമാവുകയും പ്രപഞ്ചവികാസത്തിന്റെ തോതിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഈ മാറ്റങ്ങൾ ഡാർക്ക് മാറ്റർ അഥവാ ഇരുണ്ട ദ്രവ്യത്തെ വളരെ വേഗത്തിൽ ഒരുമിച്ചു ചേരാൻ പ്രേരിപ്പിച്ചു. അതായത് ഒരു സ്പ്രിങ് ആദ്യം വല്ലാതെ അമർത്തിവെച്ചിട്ട് പെട്ടെന്ന് വിടുമ്പോഴുണ്ടാകുന്നത് പോലെയല്ലേ? അതെ, കൃത്യം. ഈ ഏർലി ഡാർക്ക് എനർജിയുടെ സ്വാധീനം ആദിമ ഗാലക്സികളുടെ അതിവേഗത്തിലുള്ള രൂപീകരണത്തിന് അങ്ങനെ കളമൊരുക്കിയെന്നാണ് ഇപ്പോഴത്തെ പുതിയ നിഗമനം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും, നമ്മൾ എന്തിനാണിതിൽ ഇത്ര അത്ഭുതപ്പെടുന്നത് എന്ന്, അല്ലേ? കാരണം വളരെ ലളിതമാണ്. നമ്മൾ ഇതുവരെ പഠിച്ചുവെച്ച പ്രപഞ്ചത്തിന്റെ ചരിത്രം പൂർണ്ണമല്ല. എപ്പോഴാണൊരു പുതിയ കണ്ടെത്തൽ വന്ന് നമ്മുടെ പഴയ പാഠപുസ്തകങ്ങളെല്ലാം തിരുത്തിയെഴുതുക എന്ന് പറയാനേ ആകില്ല. അതുതന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ കൗതുകവും. നമ്മുടെ അറിവുകൾ എത്ര പരിമിതമാണെന്ന് ഈ പുതിയ ഡേറ്റ നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയ ഭൗതികശാസ്ത്ര നിയമങ്ങളൊന്നും തന്നെ ചിലപ്പോൾ പ്രപഞ്ചത്തിന്റെ ആദ്യകാലത്തിന് ബാധകമല്ലായിരിക്കാം. അതെ, നമ്മൾ വളരെ ചെറിയൊരു ദ്വാരത്തിലൂടെയാണ് ഇത്രയും കാലം അനന്തമായ ഈ ആകാശത്തേക്ക് നോക്കിയിരുന്നത്. അവസാനമായി ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. വെറുമൊരു ടെലിസ്കോപ്പ് നമ്മുടെ കാഴ്ചയുടെ പരിമിതികളെ ഇത്രത്തോളം മറികടന്നെങ്കിൽ നാം കാണുന്ന ഈ പ്രപഞ്ചമെന്നത് ഒരുപക്ഷെ ഒരു വലിയ മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരിക്കില്ലേ? ഇനിയും കണ്ടെത്താത്ത എന്തെല്ലാം നിഗൂഢതകളായിരിക്കും ആ ഇരുളിൽ നമുക്കായി കാത്തിരിക്കുന്നത്? ആലോചിച്ചു നോക്കൂ. ഈ ആവേശകരമായ ചിന്തയോടെ നമ്മുടെ ഇന്നത്തെ ഈ ആഴത്തിലുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു.